നമസ്കാരം. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഗാസയിൽ പല സ്ഥലങ്ങളും തകർന്നടിഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു നഗരം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് പലസ്തീനിലെ പല സ്ഥലങ്ങളും. ഇനി അതൊന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. ആവണമെങ്കിൽ വർഷങ്ങൾ എടുക്കും. ഇപ്പോൾ യുദ്ധാനന്തരം ഗാസയുടെ പുനർനിർമ്മാണത്തിനായി സൈന്യത്തെ അയക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് UAE. ഗാസയിലെ പലസ്തീനികൾക്കായുള്ള ബഹുരാഷ്ട്ര ദൗത്യത്തിലേക്ക് സൈന്യത്തെ അയക്കാൻ സന്നദ്ധത അറിയിക്കുന്ന ആദ്യ രാജ്യമാവുകയാണ് UAE. വിദേശകാര്യ മന്ത്രാലയത്തിലെ പ്രത്യേക വക്താവ് ലാന നുസൈബയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നതും. ഗാസയുടെ പ്രതിരോധത്തിനും പലസ്തീനിലെ മാനുഷിക പുനർനിർമ്മാണ ആവശ്യങ്ങൾ പരിഹരിക്കാനും വേണ്ടിയാണ് ഈ നടപടി സ്വീകരിക്കുന്നതെന്ന് നുസൈബ ഫിനാൻഷ്യൽ ടൈംസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിലെ യുദ്ധാനന്തര പദ്ധതികൾക്ക് അമേരിക്ക നേതൃത്വം വഹിക്കുകയാണെങ്കിൽ സൈന്യത്തെ വിട്ടു നൽകാൻ തയ്യാറാണെന്നാണ് UAE അറിയിച്ചിരിക്കുന്നത്. ഗാസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് US-ഉമായി കൂടിയാലോചനകൾ നടത്തിയെന്നും ലാന സുനൈബ പറയുന്നുണ്ട്. അതേസമയം വെസ്റ്റ് ബാങ്കിനെ നിയന്ത്രിക്കുന്ന പാശ്ചാത്യ പിന്തുണയുള്ള ബോഡിയായ പലസ്തീൻ അതോറിറ്റി ക്ഷണിച്ചാൽ മാത്രമേ UAE ബഹുരാഷ്ട്ര സൈന്യത്തിൽ ചേരുകയുള്ളൂ എന്നും ലാന നുസൈബ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സൈന്യത്തെ വിട്ടു നൽകുന്നതിൽ UAE അധികൃതരുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തിയെന്നും ലാന നുസൈബ ഫിനാൻഷ്യൽ ടൈംസിനോട് വ്യക്തമാക്കി. പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതുവരെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും UN സമാധാന സേനയെ വിന്യസിക്കണമെന്ന് അറബ് ലീഗും ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം 2020-ലാണ് ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം UAE സാധാരണ നിലയിലാക്കിയത്. ഗാസയിലെ പലസ്തീനികൾക്ക് നേരെ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേലി സർക്കാർ ആക്രമണം നടത്തുമ്പോഴും UAE നയതന്ത്ര ബന്ധം തുടർന്നിരുന്നു. കഴിഞ്ഞ ദിവസം അബുദാബിയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിനിടെ കഫിയ ധരിച്ച ഫ്രീ പലസ്തീൻ മുദ്രാവാക്യം ഉയർത്തിയ വിദ്യാർത്ഥിയെ UAE നാടുകടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥിയെ ഒരാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വെച്ചതിന് പിന്നാലെയാണ് നാടുകടത്താൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിനെ തുടർന്ന് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കൻ സന്ദർശനത്തിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരുങ്ങുന്നതിനിടെ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം വീണ്ടും കെയ്റോയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ സംഘം ചർച്ചയ്ക്കായി കെയ്റോയിൽ എത്തിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. US പശ്ചിമേഷ്യൻ പ്രതിനിധി ബ്രെറ്റ് മക് ഗുർക്കും കെയ്റോയിലെത്തും. കെയ്റോയും ദോഹയും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്ന് വൈറ്റ് ഹൗസ് പ്രതികരിക്കുകയും ചെയ്തു. ഗാസയിൽ വെടിനിർത്തൽ വരുന്നതോടെ ലെബനൻ അതിർത്തിയിലുള്ള സംഘർഷത്തിനും അയവ് വരുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടക്കാനിരിക്കെ തെക്കൻ ഗാസയിലെത്തിയ നെതന്യാഹു സൈനികരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഒക്ടോബർ 7-ന് ആക്രമണം ആരംഭിച്ച ശേഷം ഇത് 3-ാം തവണയാണ് മുന്നറിയിപ്പില്ലാതെ നെതന്യാഹു ഗാസ സന്ദർശിക്കുന്നത്. ലക്ഷ്യം നേടാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നെതന്യാഹു. അതേസമയം ഹമാസിനെയും മറ്റും വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയെന്ന ശ്രമകരമായ ലക്ഷ്യത്തോടെ ഇസ്രയേൽ മന്ത്രി ഇതാമർ ബെൻ ഗവിർ മസ്ജിദുൽ അക്സയിൽ കടന്നുകയറി. ഉടമ്പടികളില്ലാതെ ബന്ദികളുടെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് മസ്ജിദുൽ അക്സയിൽ എത്തിയതെന്ന് മന്ത്രി പറയുകയും ചെയ്തു. ബെൻ ഗവിറിന്റെ നടപടിക്കെതിരെ പലസ്തീൻ സമൂഹം രംഗത്ത് വരികയും ചെയ്തു. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമെന്ന ആശയം ഇസ്രയേൽ പാർലമെന്റ് തള്ളുകയും ചെയ്തിട്ടുണ്ട്. 9-നെതിരെ 68 വോട്ടുകൾക്കാണ് ഇസ്രയേൽ പാർലമെന്റായ സെനറ്റ് പ്രമേയം തള്ളിയത്. ഇസ്രയേൽ രാഷ്ട്രത്തിനും പൗരന്മാർക്കും അപകടമാണ് പലസ്തീൻ രാഷ്ട്രമെന്ന് പ്രമേയം പറയുന്നു. മധ്യ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രയേൽ സേന ആക്രമണം ശക്തമാക്കിയതോടെ ഇന്നലെ 54 പലസ്തീൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. നുസ്രിയേത്ത്, ദെയ്ർ അൽ ബാല ക്യാമ്പുകളിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായത്.